സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ജനങ്ങൾക്ക് നൽകുന്ന കൈക്കൂലി എന്ന കോൺഗ്രസ് നേതാവ് കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണം നിലമ്പൂരിൽ യു.ഡി.എഫിന് തിരിച്ചടിയാവുകയാണ്. പ്രതിസന്ധി മറികടക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്തെ അപമാനിച്ചുവെന്ന വ്യാജ പ്രചരണവുമായി യു.ഡി.എഫ് നേതാക്കൾ രംഗത്തെത്തി. ഇതോടെ കോൺഗ്രസ് മുതിർന്ന നേതാവ് എ.കെ. ആന്റണി മുസ്ലിം സമുദായത്തിനെതിരെ നടത്തിയ വിവാദ പരാമർശം സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വീണ്ടും ചർച്ചയാവുകയാണ്. ക്ഷേമ പെൻഷൻ ജനങ്ങൾക്ക് നൽകുന്ന കൈക്കൂലിയാണെന്ന കെ.സി. വേണുഗോപാലിന്റെ പ്രസംഗം നിലമ്പൂരിൽ യു.ഡി.എഫിന് തിരിച്ചടിയാവുകയാണ്. വിഷയം പ്രതിരോധിക്കാനാകാതെ മുഖ്യമന്ത്രി മലപ്പുറത്തെ അധിക്ഷേപിച്ചുവെന്ന വ്യാജ ആരോപണവുമായി യു.ഡി.എഫ് നേതാക്കൾ ഇറങ്ങി. ഇതോടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണി മുൻപ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിയ വിവാദ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ വീണ്ടും സജീവമായി. 2003 മാറാട് കലാപകാലത്ത് ലീഗ് സർക്കാരിനെ സമ്മർദ്ദപ്പെടുത്തി. ഇതിന് മറുപടിയായാണ് എ.കെ. ആന്റണിയുടെ അന്നത്തെ കടുത്ത പ്രതികരണം. ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ്. ഈ സംഘടിത ന്യൂനപക്ഷം ആ സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നു, കൂടുതൽ വിലപേശൽ നടത്തുന്നു എന്നൊരാക്ഷേപം ഇതര സമുദായങ്ങൾക്കുണ്ട്. ആ ആക്ഷേപത്തിൻ്റെ അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുന്നു. ആ സത്യം ആരും വിസ്മരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗൾഫിലേക്കുണ്ടായിട്ടുള്ള കുടിയേറ്റവും അമേരിക്ക, യൂറോപ്പ് ഇവിടെയുള്ള കുടിയേറ്റത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടിയത് ന്യൂനപക്ഷ സമുദായങ്ങൾക്കാണ്. അതുണ്ടാക്കിയ സാമ്പത്തിക അസമത്വം കേരളത്തിലെ നാട്ടുമ്പുറങ്ങളിലുണ്ട്, കേരളത്തിലെ പട്ടണങ്ങളിലുണ്ട്. ഇതിൻ്റെ എല്ലാം പരിഭവങ്ങളും പിണക്കങ്ങളും കേരളീയ സമൂഹത്തിൽ ഉണ്ട്. ഈ യാഥാർത്ഥ്യം കാണരുത്. ഇതിൻ്റെ ഒരു കൂട്ടത്തിലാണ് പല രാഷ്ട്രീയമായിട്ടുള്ള പല ശക്തികളുടെ മുതലെടുപ്പുകൾ. ഇതെല്ലാം കാണാൻ ഇവിടുത്തെ ന്യൂനപക്ഷ നേതാക്കന്മാരും തയ്യാറാകണം. അവരും കുറച്ചുകൂടെ സംയമനം കാണിക്കരുത്. സംഘടിത ശക്തി ഉണ്ടെന്നതിൻ്റെ പേരിൽ ഗവൺമെൻറ്റിനെ കൊണ്ട് എന്തും ചെയ്യിച്ചു കളയാം എന്നൊരു നിലപാട് ന്യൂനപക്ഷങ്ങൾക്കും ശരിയല്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മുഖ്യമന്ത്രി എന്ന നിലയിൽ അവരെ ഉപദേശിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. അതിനെ സോഫ്റ്റെന്നോ ഹാർഡെന്നോ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഒരു തൊട്ടാവാടിയൊന്നുമല്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ എ.കെ. ആന്റണിയുടെ വിവാദ പ്രസ്താവനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്ന മറുപടി ഇങ്ങനെ: ഇന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കേരളത്തിൽ ജീവിച്ചിരുന്ന എ.കെ. ആന്റണി മുമ്പ് ന്യൂനപക്ഷങ്ങൾ സമ്മർദ്ദം ചെലുത്തി അവകാശങ്ങൾ നേടാനുള്ള ശ്രമം നടത്തുന്നു. എ.കെ. ആന്റണിയെ തിരൂരങ്ങാടിയിൽ നിന്ന് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് മുഖ്യമന്ത്രിയായിരിക്കെ നിയമസഭയിലേക്ക് അയച്ചതാണ് മലപ്പുറം ജില്ല. അതല്ല ഞാൻ ചോദിച്ചത് പ്രസിഡന്റ്. ഞാൻ ചോദിച്ചത് എ.കെ. ആന്റണിയുടെ പ്രസ്താവന ഇപ്പോഴും നിലവിലുണ്ട്, ഇല്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. 1995 ചാരവൃത്തി കേസിൽ കെ. കരുണാകരൻ രാജിവെച്ച ശേഷമാണ് എ.കെ. ആന്റണി തിരൂരങ്ങാടിയിൽ ലീഗിന്റെ പിന്തുണയോടെ മത്സരിക്കുന്നത്. എന്നാൽ 2003 എ.കെ. ആന്റണി ഈ വിവാദ പ്രസ്താവന നടത്തുന്നത്. അതുപോലും മറച്ചുവെച്ചാണ് സണ്ണി ജോസഫിന്റെ ഈ പുതിയ ന്യായീകരണം. വസ്തുതകൾ മറച്ചുവെച്ച് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് യു.ഡി.എഫ് നേതാക്കൾ നിരന്തരം ശ്രമിക്കുന്നത് എന്ന കാര്യം ഇതോടെ വ്യക്തമാവുകയാണ്. യു.ഡി.എഫ് നേതാക്കളുടെ നുണബോംബുകൾ ഇനിയും വരും. അവരുടെ നേതാക്കൾ തന്നെ മുൻപ് പറഞ്ഞ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നതോടെ നുണബോംബുകൾ സോപ്പുകുമ്പളകൾ പോലെ പൊട്ടിത്തകരുകയും ചെയ്യും. നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, നിലമ്പൂർ.